അപ്പോൾ നമുക്ക് ഗപ്പി ബ്രീഡായി കഴിഞ്ഞാൽ ഗപ്പി കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് എ ബ്രീഡർ നമുക്ക് ബ്രീഡാവുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ബ്രീഡാവുന്ന വെറൈറ്റീസ് കുഞ്ഞുങ്ങളെ കഴിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ റെഡ് ഐ സ്ട്രെയിനൊക്കെ നല്ല രീതിയിൽ കുട്ടികളെ കഴിക്കും. അപ്പോൾ ഹൈബ്രിഡ് ഗപ്പീസ് വളർത്തുമ്പോൾ ലാസ്റ്റ് ഈ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്ലച്ചിൽ ഫുള്ളായിട്ട് എല്ലാ കുട്ടികളും വരുന്നതല്ല. അതൊരു ടൈം എടുത്തിട്ടുള്ള പ്രോസസ്സാണ്. മിക്കവാറും 24 മണിക്കൂറിനകത്ത് മാത്രമേ ബ്രീഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ആ കംപ്ലീറ്റ് ആയ ശേഷം കഴിവതും ഇപ്പൊ കേജ് ബ്രീഡിംഗ് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേജ് ബ്രീഡിംഗ് പറഞ്ഞു, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ സപ്പോർട്ട് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഇവരെ മാറ്റി ഇടുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത്. മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാറ്റിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ഫീഡ് പലരും എന്ത് ചെയ്യുക, പലരും പറയുന്ന ഒരാഴ്ചത്തേക്ക് ഫീഡ് കൊടുക്കണ്ട എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. അവർക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ മാത്രമേ ആ കുട്ടികളെ വളർന്നു വരുള്ളൂ. ഇപ്പൊ ലൈഫ് ഫീഡാണ് കുറച്ചുകൂടി ബെറ്റർ. ഇപ്പൊ ലൈഫ് ഫീഡ് ഇല്ലാതെ നമുക്ക് ഗപ്പി കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല, വളർത്തിയെടുക്കാം. നമ്മൾ വളർത്തുന്ന ബ്രീഡ്, അതായത് ഗപ്പിയിൽ ഏത് സ്ട്രെയിൻ ആണ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീഡിലോട്ടും ബാക്കിയുള്ളവരോട്ടും പോകുക. അതേസമയം കുറഞ്ഞ ബ്രീഡൊക്കെ ആണെങ്കിൽ നോർമൽ ഫീഡിന്റെ ആവശ്യകത മതിയാവും. ഇന്ന ഫീഡ് കൊടുത്തേ വളർത്താവൂ എന്നുള്ളതില്ല. ലൈഫ് ഫീഡ് കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റി നല്ല ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. മീൻസ് ഇപ്പം നമുക്ക് ബ്രൂട്ട് സ്റ്റോക്കിൽ നിൽക്കുന്ന ഗപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പെലറ്റ് ഫീഡ് കൊടുത്താൽ അതിന്റെ വേസ്റ്റേജ് ഒരുപാട് ഉണ്ടാവും. അതുണ്ടാകുമ്പോൾ വെള്ളം കംപ്ലൈന്റ് ആവും, വെള്ളം കിടന്നുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ